നമുക്ക് ഒരു വ്യക്തിയോട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അവരെ കുറിച്ച് പറയാതെല്ലാം നമ്മൾ അവരെ കുറിച്ച് പറയും. വളരെ മോശമായി സംസാരിക്കും, ഭയങ്കരമായ സൗണ്ട് എടുത്തൊക്കെ നമ്മൾ സംസാരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യത്തിൻ്റെ ഒരു അളവ് കുറയുന്ന സമയത്ത് നമുക്ക് തോന്നും, ഓ അത് പറയാൻ പാടില്ലായിരുന്നു, ഞാൻ പറഞ്ഞത് മോശമായി പോയി എന്ന് ചില വ്യക്തികൾക്ക് തോന്നും. അങ്ങനെ തോന്നുന്നതിൽ ചിലർ പോയിട്ട് ആ ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞ വ്യക്തിയോട് സോറിയൊക്കെ പറയാറുണ്ട്. സോറി, എനിക്കത് പറ്റിപ്പോയതാണ്, ക്ഷമിച്ചേക്കണം, ആ ദേഷ്യത്തിൻ്റെ ഇതിൽ പറഞ്ഞതാണ്, നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുതെന്ന്. ചിലർക്കാണെങ്കിൽ അത് പറയാൻ പോലും തോന്നില്ല. പക്ഷേ ഈ രണ്ട് വ്യക്തികളെ അപേക്ഷിച്ചിട്ട് സോറി പറയാൻ മനസ്സ് കാണിച്ച വ്യക്തികൾ കുറച്ചും കൂടെ ഭേദമാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഇത് നമ്മൾ ചെന്നിട്ട് ഒരു സോറി പറയുമ്പോൾ അവർ ആ സോറി അക്സെപ്റ്റ് ചെയ്യും. കാരണം അവർക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവർ ആ സോറി അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഈ വാക്കുകളോട് ക്ഷമിക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞ വാക്കുകളോട് ക്ഷമിക്കാൻ അവർക്ക് പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ പറഞ്ഞ വാക്കുകളെ മറക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നമ്മൾ അത്രയും ഹാർഷായിട്ടാണ് അവരോട് സംസാരിച്ചിരിക്കുന്നത്. സോ ദേഷ്യം വരുമ്പോൾ കഴിവതും നമ്മൾ ആ ഒരു മൂമെൻറ്റിൽ പ്രതികരിക്കാതിരിക്കുക, അവരോട് വളരെ മോശമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. കാരണം മേ ബി ആ ഒരു മൂമെൻറ്റിൽ നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ അവർ മരിച്ചാൽ പോലും ആ മരിക്കുന്ന മൂമെൻ്റ് വരെയും ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്രയും മോശത്തിലായിരിക്കാം നമ്മൾ പറയുന്നത്. ചിലപ്പം നമുക്കങ്ങനെ തോന്നില്ലായിരിക്കും, ശരിയല്ലേ?